സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയം, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന സമയം, ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുന്ന സമയം. ദൈവം ലോകം മുഴുവൻ്റെ മേലും അനുഗ്രഹം ഭക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊന്ന് വിളിച്ചാൽ, വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഒന്ന് വിളിച്ചാൽ അവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നേറുന്ന പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. പരിഹാരം ഉള്ളൊരുക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മരണവക്കിലെത്തി നിന്നവർ പോലും ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം അവരെ സംരക്ഷിച്ചു, അവരെ പരിപാലിച്ചു. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് അല്പസമയം സ്വതന്ത്രമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യവും കൃപയും ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു, അങ്ങയുടെ വലിയ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. കൃപയാൽ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരുണയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന സമയം, ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തി തരും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും പേര് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് കാര്യവും ദൈവം നടത്തി തരും. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ലോകം മുഴുവനിലും വന്ന് നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ അനുദിനം കാണാറുള്ള ഒരു കാര്യമാണ്. പല കാര്യങ്ങൾക്കും ഒരു 4 കാര്യങ്ങളുടെ മേൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. നിസ്സാരം നോക്കിയാൽ മതി. നമ്മളിരിക്കുന്ന കസേര 4 കാലുണ്ട്. അതുപോലെ തന്നെ പല ടേബിളും നോക്കിയാൽ അതിന് 4 കാലുണ്ട്. വേണേ ഒരു സാധനം വേണേ സക്രാരി ഉയർത്തി നിർത്തിയിരിക്കുന്നത് അത് വേണേ 4 കാലയിലായിരിക്കാം. അങ്ങനെ 4 കാല് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ നാം ഉയർത്തി നിർത്തേണ്ട 4 സ്തൂപങ്ങൾ അല്ലെങ്കിൽ കാലുകൾ കാണാൻ പറ്റും. അതിലൊന്നാണ് സ്നേഹം, രണ്ടാമത്തേതാണ് കരുണ, മൂന്നാമത്തേതാണ് ക്ഷമ, നാലാമത്തേത് കൃപ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്താൽ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. സാഹചര്യം എന്തോ ആകട്ടെ, അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ, നമുക്ക്
അനുഗ്രഹപ്രദമായൊരു ജീവിതം നയിക്കാൻ പറ്റും. അതിനാവശ്യമായ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ നമ്മൾ കണ്ടു, സ്നേഹം. നമുക്കറിയാവുന്നതുപോലെ, വചനം പഠിപ്പിക്കുന്നത് പോലെ, സ്നേഹമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും ശൂന്യമാണ്. സ്നേഹിക്കാൻ പരാജയപ്പെടുന്നവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് എടുക്കാൻ പഠിച്ചിട്ടില്ലാത്തവർക്ക് സ്നേഹം കൊടുക്കാനും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പറയുന്നുണ്ട്, വചനം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന്, എൻ്റെ ശിഷ്യരാണെന്ന് മറ്റുള്ളവർ പറയേണ്ടത്. പറയുന്നുണ്ട്, ഈ സ്നേഹം നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹമില്ലെങ്കിൽ നാം വെറും വട്ടപൂജ്യം. 1 കൊറിന്തോസ് 13-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. 13 വചനങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, സ്നേഹമുള്ളവരിൽ ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ് കരുണ. സ്നേഹത്തിൻ്റെ ഒരു സൽഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്നേഹമുള്ളവരിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് കരുണ. നമുക്കറിയാമല്ലോ, നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ നല്ല വിത്ത് വിതച്ച് അതിനെ നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തുന്നെങ്കിൽ നല്ല വിളവ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ സ്നേഹത്തിൽ നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ കരുണയാകുന്ന സൽഫലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കും. അതിനൊരവസരം കിട്ടിയാൽ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കില്ല. കരുണ കാണിക്കാതിരിക്കുന്നവർ ഞാൻ വലിയ സ്നേഹമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അത് വ്യാജമായിട്ട് മാറും. കാരണം സ്നേഹത്തിൻ്റെ സൽഫലമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് കരുണ. നമുക്കറിയാമല്ലോ, നമ്മളൊരു ഫലം പ്രതീക്ഷിച്ചൊരു മരം കുഴിച്ചു വച്ചാൽ ആ ഫലത്തേൽ ആ മരത്തേൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലോ, ആ മരം ഫലശൂന്യമെങ്കിൽ നമ്മളതിനെ പ്രശംസിക്കത്തില്ല, അത് വേണേൽ വെട്ടി ദൂരോട്ട് കളയും. എന്ന് പറഞ്ഞ പോലെ കരുണ കാണിക്കാത്തവരുടെ ജീവിതം, കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത ജീവിതം, അതവർ സ്നേഹത്തിൽ വളർന്നിട്ടില്ല, സ്നേഹമുള്ളവരല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പറയുന്നുണ്ട്, സ്നേഹിക്കുന്നവരിൽ കരുണയുണ്ടാവും. കാരുണ്യ പ്രവർത്തികൾ ഒരു മടിയും കൂടാതെ അവർ ചെയ്തിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. 3-ാമത്തെ കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പരസ്പരം ക്ഷമിക്കുന്ന കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 18:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ ചെയ്യും. അതിൻ്റെ തൊട്ട് മുമ്പ് 33 എടുത്താൽ, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിച്ചില്ല? ക്ഷമ നമുക്ക് ദൈവത്തെ നമ്മൾ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിൻ്റെ ക്ഷമയും സ്നേഹവും നമ്മൾ ഏറ്റെടുത്തു എന്നതിൽ നിന്ന് ഉളവാകുന്ന ഒരു കാര്യമാണ്. ക്ഷമിക്കാത്തവർ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതും വ്യാജമാണ്. കാരണം നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നവരാണെങ്കിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവും. ഇനി ക്ഷമിക്കുന്നതിൻ്റെ ഒരു സൽഫലമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കൃപയുടെ നിറവ്. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരും. വീരോചിതമായ ക്ഷമയാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ അതനുസരിച്ച് കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി കൃപ ലഭിക്കാൻ ക്ഷമ ഹൃദയപൂർവ്വം നമുക്ക് നടത്താൻ ആവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും എന്നുള്ളത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ കൃപയുടെ നിറവുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ദൈവത്തിങ്കിലേക്ക് നമ്മൾ അതിനായിട്ട് തിരിയണം. പ്രിയപ്പെട്ടവർ, നമ്മളിവിടെ കണ്ട ഈ 4 കാര്യങ്ങളും, അതായത് സ്നേഹം, കരുണ, ക്ഷമ, കൃപ,
ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ 2 പ്രധാനപ്പെട്ട വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് പാപത്തിൽ നിന്ന് പിന്തിരിയുക. പാപത്തിൽ വേരൂന്നി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ സ്വന്തമാക്കാൻ നോക്കുന്നവർക്ക് സാധ്യമാകില്ല. കാരണം കർത്താവ് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴാണേലും പാപം വെടിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31 സന്ദേശം അതാണ്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകണമെങ്കിൽ നാം ക്ഷമിക്കണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് പിന്തിരിയുക, ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാവുക, സഹജീവികളോട് കരുണ കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം നമുക്കറിയാമല്ലോ, ഒരു നല്ല കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടുകൂടെ വരുമ്പോഴാണ് ആ കുമ്പസാരത്തിനൊരു പൂർണ്ണത കൈവരിക. ഒന്ന്, പാപം സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമത്തേത്, പുണ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് രണ്ടുകൂടെ വരുമ്പോഴാണ് നമ്മുടെ അനുതാപം പൂർണ്ണമാകുന്നത്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ യോഗ്യരാകുന്നത്. അപ്പം അതുകൊണ്ട് രണ്ടാമതൊരു കാര്യം, ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ, വളർന്നു വരുവാൻ നമ്മെ സഹായിക്കുന്നതാണ് പുണ്യങ്ങൾ അഭ്യസിച്ചുള്ള ഒരു ജീവിതം. പാപം വെടിഞ്ഞാൽ പോരാ, പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് മാറണം. 1 തീമോത്തി 6:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൽപ്രവൃത്തികളാൽ നിങ്ങൾ സമ്പന്നരാകണം. മറ്റെന്തിനേക്കാൾ ഉപരിയായ ഒരു സൽപ്രവൃത്തിയെക്കുറിച്ച് ദൈവം നമ്മളെ ഒരു സമ്പന്നതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അത് നന്മ ചെയ്ത് നമ്മൾ സമ്പാദിക്കുന്ന ഒരു ആത്മീയ സമ്പത്ത്. അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പണ്ട് ഈ 2 കാര്യങ്ങൾ, പാപത്തിൽ നിന്ന് പിന്തിരിയുക, പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുക, ഈ 2 കാര്യങ്ങളും ആത്മീയ ഉയർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ മഴ, അതുമൂലം ദുരിതമനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് പരിഗണിക്കണമേ. സൗഖ്യം വേണ്ടവരെ സുഖപ്പെടുത്തണമേ. കർത്താവെ, ബന്ധിതർക്ക് മോചനം കൊടുക്കണമേ. കടബാധ്യതയിലിരിക്കുന്നവരെ കർത്താവെ അവിടുന്ന് സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,